അർമേനിയയുടെ തലസ്ഥാനമായ യാരമലിലെ റിപ്പബ്ലിക് സ്ക്വയറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അർമേനിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ യാരവാനാണിത്. നിങ്ങൾ ഈ കാണുന്നതാണ് യാരവാനിലെ റിപ്പബ്ലിക് സ്ക്വയർ. ഈ സ്ഥലത്തിനെ തന്നെയാണ് ഒരു പിങ്ക് സിറ്റി എന്ന് വിളിക്കുന്നത്. കാരണം വൈകുന്നേരം സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ഇവിടെയുള്ള കെട്ടിടങ്ങളിലൊക്കെ കളർ മാറും, പിങ്ക് കളറാകും. അതുകൊണ്ടാണ് ഇവിടെ ഇവർ പിങ്ക് സിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മളങ്ങനെ സ്ക്വയറിലേക്ക് നടന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ ആ നേരെ മുന്നിൽ കാണുന്നതാണ് അർമേനിയയുടെ മ്യൂസിയം. ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള അതിൻ്റെ അകത്താണ്. പിന്നെ ആ കാണുന്ന ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, അതാണ് ഇവരുടെ പാർലമെന്റ് മന്ദിരം. അവരവിടെ വിറ്റുകൊണ്ടിരുന്ന സ്പ്രേ ആണ്, അത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് 10,000 ട്രാംസിന് തരാമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. അവിടെയാണ് ഈ വാട്ടർ ഫൗണ്ടനൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മ്യൂസിയം. ഇതെല്ലാം 1920 നിർമ്മിച്ചതാണ്. മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ക്യാമറ അലോഡല്ല. പിന്നെ ഇവിടെയുള്ള ഈ കെട്ടിടങ്ങളെല്ലാം പണിഞ്ഞിട്ടുള്ളത് റോസ് ടഫ് സ്റ്റോൺ വെച്ചാണ്. ഇതെല്ലാം 1920 നിർമ്മിച്ചതാണ് ഇതെല്ലാം. ഇനി ഞാൻ പോകുന്നത് സ്ക്വയറിലെ മെയിൻ വാക്കിംഗ് സ്ട്രീറ്റിലോട്ടാണ്. ആ കാണുന്നതൊക്കെ ഗവൺമെൻറ് ബിൽഡിംഗ് അല്ല, അതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ആ പോകുന്നത് കുറച്ച് ഇന്ത്യക്കാരാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് മെയിൻ വാക്കിംഗ് സ്ട്രീറ്റിലാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് നോർത്താൻ അവന്യൂ എന്നാണ് ആ സ്ഥലത്തിൻ്റെ അറിയപ്പെടുന്നത്. അങ്ങോട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്. ഇനി ആ സൈഡിലൊക്കെ അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇത് പോർഷ് ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെയൊക്കെ. ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ഇവർ ഒരു ഫേമസ് പാട്ടുകാരിയാണ് അർമേനിയയിലെ. ഇവരുടെ ഒരു പരിപാടി ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അടുത്ത മാസം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ആ കാണുന്നത് മ്യൂസിയത്തിൻ്റെ അകമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് എടുക്കണം. 500 രൂപ ഉള്ളൂ ടിക്കറ്റ്. 500 ട്രാംസേ വരുന്നുള്ളൂ ടിക്കറ്റ്. പിന്നെ അവിടെ ക്യാമറ അല്ല അവിടെ ഉള്ളത്, അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഇതിപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ ആൾ കുറവ്. ഈവനിങ്ങിലൊക്കെ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഇവിടെ വാക്കിംഗ് സ്ട്രീറ്റ് എല്ലാം ഓപ്പൺ ആകുന്നത്, ഇവിടെ സ്ട്രീറ്റ് പ്രോഗ്രാമുകളും റെസ്റ്റോറൻറ്റുകളെല്ലാം ഓപ്പൺ ആകുന്നത് എല്ലാം ഈവനിങ് ടൈമിലാണ്. നൈറ്റ് ലൈഫിന് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നോർത്താൻ അവന്യൂ. ഞാനങ്ങനെ നടന്ന് നോർത്താൻ അവന്യൂയിൽ എത്തിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിലൂടെയാണ് നടക്കുന്ന ഈ സ്ഥലം വാക്കിംഗ് സ്ട്രീറ്റ് വരുന്നത്. ഇത് നടന്ന് ചെല്ലുന്നത് ഒപ്പേറ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് നടന്ന് എത്താനായിട്ട് ഒരു 1.5 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോഴേ നമ്മൾ ഒപ്പേറ അടുത്ത് എത്തത്തുള്ളൂ. ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ഈ ആർട്ടിസ്റ്റൊക്കെ കൂടുതലാണ്. ഇവർ പിന്നെ ഈ വിദ്യാഭ്യാസത്തിൽ ഇവർ പുറന്നോട്ടാണെങ്കിലും ഇവർ ഇങ്ങനെയുള്ള കല എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവർ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ നോർത്തൻ അവന്യൂ തന്നെയാണ് ഈ ബ്രാൻഡഡ് ഷോപ്പുകളെല്ലാം വരുന്നത്. ഈ സൈഡിൽ തന്നെയാണ് സെലിബ്രിറ്റീസും കുറച്ച് റിച്ച് ആയിട്ടുള്ളവരൊക്കെ താമസിക്കുന്ന ഈ സൈഡിൽ തന്നെയാണ്. ഈ അപ്പാപ്പൻ ഒരു പൂക്കച്ചവടക്കാരാണ്. പുള്ളിയുടെ കയ്യിൽ ഒരു റോസാപ്പൂ ഇരിപ്പുണ്ട്. പിന്നെ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന കൊട്ടയിലും റോസാപ്പൂവാണ്. ഈ ഫ്ലേവേഴ്സൊക്കെ ഇവർ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം അവർ ഫ്ലേവേഴ്സുമായിട്ടായിരിക്കും വരുന്നത്. ഇത് കാർപ്പറ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇത് തുർക്കിയെ പോലെ തന്നെ ഇവിടെയും കാർപ്പറ്റുകളൊക്കെ ഭയങ്കര പബ്ലിസിറ്റികളാണ്. പല രാജ്യങ്ങളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കാർപ്പറ്റുകളൊക്കെ. ഇത് അർമേനിയൻ സ്ക്വയറിൽ തന്നെയുള്ളൊരു റഷ്യൻ ഷോപ്പാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ മെയിനായിട്ട് പോർക്ക് ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ചിക്കനും കാണും അതിൻ്റെ കൂട്ടത്തിൽ. പോർക്ക് ഇവരുടെ മെയിൻ ആണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഇവരാണ് പോർക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്.
പിന്നെ ഇതൊക്കെ മെയിനായിട്ടും ഡേറ്റിംഗ് സ്പോട്ടുകളാണ് വരുന്നത്. നൈറ്റിലൊക്കെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല ഫുഡും നല്ല വൈബൊക്കെ പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം ഫുള്ള് ലൈറ്റും ഫുൾ മ്യൂസിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രീറ്റ് തന്നെയാണ് ഈ നോർത്തേൺ അവന്യൂ വാക്കിംഗ് സ്ട്രീറ്റ്. പിന്നെ ഇവിടെ സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ചൈനീസ് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത് കേട്ടോ. ഷോപ്പിന് ഒരു ഡ്രാഗൺ ഗാർഡൻ എന്നാണ്. നല്ലൊരു ചൈനീസ് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. പിന്നെ ഇഷ്ടംപോലെ ഇതുപോലെ വിൻറ്റേജ് പഴയ കാറുകളെല്ലാം അവന്മാർ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല സെറ്റ് സാധനമൊക്കെ ഇറക്കുന്നുണ്ട്. ഇത് സ്ക്വയറിൽ തന്നെ സൊവിനീർ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഇത് കാറിൻ്റെ അകത്താണ് സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന സൊവിനീറൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, അതാണ്. പിന്നെ ഇവരുടെ കൾച്ചർ ബേസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണും. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, കട ഓഫായിരുന്നു. അതുകൊണ്ട് കടയുടെ അകത്തുള്ള സാധനങ്ങൾ തുറന്ന് കാണിക്കാൻ പറ്റിയില്ല.